Hello everyone, welcome back. ശാസ്ത്ര വരുന്നതിൻ്റെ മുന്നേ എവറി ഇയർ അറ്റ്ലീസ്റ്റ് 2 ലോങ് വെക്കേഷൻസ് എടുത്ത് കിഡിലൻ സ്ഥലങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു ഞങ്ങൾ. ബട്ട് ലാസ്റ്റ് 2 years ആയിട്ട് അത് പറ്റാറില്ല. എന്നാലും വിത്തിൻ ശാസ്ത്ര ടേൺഡ് 1 year വി ഡിഡ് 2 ലോങ് ഫ്ലൈറ്റ്സ്. ഒന്ന് ഇങ്ങോട്ട് കാനഡയ്ക്ക്, പിന്നെ ഒന്ന് ഇന്ത്യയിലേക്ക്. ഇന്ത്യ പോയി വന്നതിന് ശേഷം വി ബിക്കേം കോൺഫിഡൻറ്റ് ഇനഫ് ടു റീസ്റ്റാർട്ട് അവർ ട്രിപ്സ്. ബട്ട് സ്റ്റിൽ ലോങ് അല്ല കേട്ടോ, ചെറുതായിട്ടൊക്കെയുള്ള ട്രിപ്പുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ കാനഡ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. സോ വി ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് നെക്സ്റ്റ് 2 weeks വി പ്ലാൻഡ് എ ട്രിപ്പ് ടു എ ടൗൺ കോൾഡ് വിസ്ലർ. വാങ്കൂവർ ഏരിയയിൽ താമസിക്കുന്നവരുടെ ഒരു ഫേമസ് വെക്കേഷൻ സ്പോട്ടാണ് വിസ്ലർ. അപ്പോൾ അവിടെ പോയപ്പോഴുള്ള ഞങ്ങളുടെ ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. ദിസ് ഈസ് ശ്രീലക്ഷ്മി മഠത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സന്ദീപ് മാത്രമുള്ള ട്രിപ്പുകളിൽ ഹോട്ടൽ റൂംസ് ഞങ്ങൾക്ക് ഉറങ്ങാനും ഫ്രഷ് ആവാനും വേണ്ടി മാത്രം ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. So we go for cheap basic ones as we may just spend couple of hours there. But now with the kid, we started booking decently good and clean Airbnbs. കാരണം ഞങ്ങൾ പുറത്ത് പോകണേക്കാൾ ടൈം ഉണ്ടാവുക Airbnbസിൻ്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പണ്ടത്തെ ട്രിപ്സിൽ അറ്റ്ലീസ്റ്റ് 1 big ഹൈക്കെങ്കിലും ഉണ്ടാവാറുണ്ട്. സന്ദീപ് ഹാസ് ബീൻ ടെല്ലിങ് ഹി വാണ്ട് ഗോ ഫോർ എ ബിഗ് ചാലഞ്ചിങ് ഹൈക്ക് ഫോർ എ ലോങ് ടൈം. സോ ഈ ഒരു ട്രിപ്പ് മൂപ്പർക്ക് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണെന്ന് തന്നെ പറയാം. വി ടുക്ക് ദിസ് എയർബിഎൻബി റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് വിസ്ലർ വില്ലേജ്. വിസ്ലർ വില്ലേജ് ഫുള്ള് ഷോപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ്. സോ വെൻ സന്ദീപ് ഗോസ് ഫോർ ഹൈക്കിംഗ് വി ബോത്ത് ക്യാൻ സ്പെൻഡ് സം ടൈം വാക്കിംഗ് അറൌണ്ട് ദ വില്ലേജ്. Then I called Sandeep to check with him. ഹൈക്കിൽ അധികവും കോൾ കണക്ട് ആവില്ല, ബട്ട് ഹി ജസ്റ്റ് റീച്ച് ദെയർ. സോ ഐ വാസ് ഏബിൾ ടു ടോക്ക്. ഐ വാസ് ഇൻ ദ പ്രോസസ് ഓഫ് കോളേജ് അപ്ലിക്കേഷൻസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ കോളേജ് അപ്ലിക്കേഷൻസും മെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അവൻ എണീറ്റു. ഇനിയിപ്പോൾ എന്ത് പണി നടക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. എണീറ്റ് ഉടനെ ഞാൻ എടുത്ത് നടക്കണം. ഫസ്റ്റ് കുറച്ച് ഹഗ്സ് ആൻഡ് കഡിൽസ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. പിന്നെ ഹീ ഈസ് ഒബ്സെസ്ഡ് വിത്ത് എനിത്തിങ് ദാറ്റ് ഹാസ് വീൽസ്. അപ്പോൾ അത് വെച്ചാണ് കളിക്കണേ. ഞാൻ അവന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് വാം ചെയ്യാൻ വേണ്ടി പോയതാണ്. അതിനാണ് അവൻ കരയണത്. അപ്പോൾ അവൻ എടുത്തുകൊണ്ടാണ് ഇനി അത് ചെയ്യണേ. ആസ് ഐ ടോൾഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോ ഐ സ്റ്റോപ്പ് പമ്പിങ്. സോ ഹീ ഈസ് ഹാവിങ് റെഗുലർ മിൽക്ക് നൗ. പിന്നെ ഞങ്ങൾ പാറ്റിയോയിൽ പോയി കുറച്ച് നേരം കളിച്ചു. ഇത് കഴിഞ്ഞ് സമ്മറിന് എടുത്ത വീഡിയോ ആണ്. സമ്മർ ഇവിടെ ബിഗ് ഡീലാണ്. സമ്മറായ വേറൊരു വൈബ് തന്നെയാണ്. എല്ലാവരും ഔട്ട്ഡോർ ആവും. സമ്മർ ടോയ്സും ആക്ടിവിറ്റീസും ഒക്കെ എല്ലാവിടെയും കാണാൻ പറ്റും. ഈ ടൈമിൽ അങ്ങനെ എല്ലാവരുടെയും കാണുന്ന ഒരു സാധനമാണ് ഈ ബബിൾസ്. And Chasa love it. അപ്പോൾ കുറച്ച് നേരം I was able to entertain him with that. Then I thought I will watch something on TV with him. ഞങ്ങൾക്ക് ഇങ്ങനെ Airbnb വന്നാലേ ഇപ്പോൾ TV കാണാൻ പറ്റുള്ളൂ. ബട്ട് ഇവനെ അതിൻ്റെ മേത്ത് 0 ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ TV വെച്ചപ്പോൾ അവൻ എനിക്ക് ബുക്ക് കൊണ്ടുവരികയാണ്. ഇവന് സ്ക്രീൻ ടൈം കൊടുക്കാറേ ഇല്ല. ബട്ട് സംടൈംസ് വി ഷോ എ സീരീസ് ഇൻ നെറ്റ്ഫ്ലിക്സ് കോൾഡ് Our Planet. അതിൽ കുറേ ആനിമൽസൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് ഇറ്റ്, ട്രൈ ടു വാച്ച് അറ്റ്ലീസ്റ്റ് 1 episode. അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷോർട്ട്സ് എടുത്ത ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് ഒരു എപ്പിസോഡൊക്കെ തന്നെ കാണുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് റെഡി ആവാമെന്ന് കരുതി, ബട്ട് അപ്പോഴേക്കും അവൻ പിന്നാലെ വന്നു. സോ ഐ മെയ്ഡ് ഹിം സ്ലീപ്പ് ഫോർ സം ടൈം. അവൻ നേരത്തെ എണീറ്റുകൊണ്ട് ഇങ്ങനെ ക്രാങ്കി ആയിട്ടുണ്ടായിരുന്നു. ഹീ സ്ലെപ്റ്റ് ആൻഡ് ദെൻ ഐ ഗോട്ട് ഫ്രഷ്. പിന്നെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഡെയിലി പാൻ കേക്ക്സ് തന്നെയാണ് കൊടുക്കാറ്. ഇതിൻ്റെ റെസിപ്പി ഐ ഹാവ് ഷെയർഡ് മൾട്ടിപ്പിൾ ടൈംസ് ഇൻ മൈ പ്രീവിയസ് വീഡിയോസ്. എഗ്ഗ് ഡെയിലി എങ്ങനെയെങ്കിലും കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഹീസ് നോട്ട് എ ഫാൻ ഓഫ് എഗ്സ്. So I make it this way. Studies have shown that kids having at least an egg a day has a better IQ. നമ്മൾ നല്ലത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കോഫിയും റെഡിയാക്കി. ആദ്യം വെച്ച പാന് ഇൻഡക്ഷൻ സപ്പോർട്ടേ ഉണ്ടായിരുന്നില്ല. സോ വേറൊരു പാന് വെച്ച് പാൻ കേക്ക്സ് ഉണ്ടാക്കി എണീറ്റ് ഉടനെ കൊടുക്കാനായിട്ട്. ആൻഡ് ദെൻ ഐ ഗോട്ട് ബാക്ക് ടു മൈ വർക്ക്. എൻ്റെ കാലിഫോർണിയ വർക്ക് എക്സ്പീരിയൻസും സ്റ്റഡീസൊക്കെ വെച്ച് ഇവിടെ എനിക്ക് ഈസി അസിസ്റ്റൻറ്റ് പൊസിഷൻസേ കിട്ടുള്ളൂ. കുറച്ചുകൂടെ കോഴ്സസ് ചെയ്താലേ ഫുൾ ECE ആവുള്ളൂ. സോ ഐ വാസ് അപ്ലൈയിങ് ഫോർ ഡിപ്ലോമ ഇൻ ECE ഇൻ ഡിഫറെൻറ്റ് കോളേജസ്. അവനൊരു 1/2 hour ഉറങ്ങി ആൻഡ് ദെൻ ഹി വോക്ക് അപ്പ്. ബട്ട് ഫുള്ളി എണീറ്റതും ഇല്ല. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് കുറച്ച് പണി ചെയ്തു. ദെൻ വി സ്റ്റാർട്ടഡ് പ്ലേയിങ് ആൻഡ് ഡിഡ് ദ കോൾസ്. കൂടെ ബ്രേക്ക്ഫാസ്റ്റും നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ക്വിക്കായി റെഡി ആയിട്ട് പുറത്ത് പോവാണ്. വി തോട്ട് ടു സ്ട്രോൾ അറൗണ്ട് ദ വില്ലേജ് ആൻഡ് ഡു സം ഷോപ്പിംഗ്. ഇവൻ്റെ മൂഡ് പോലെ നടക്കും. 2010 ഒളിമ്പിക്സിലെ വിൻ്റർ ഗെയിംസ് ഇവിടെ നടന്നിരുന്നു അത്രേ. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചതാണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. സോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചു. എന്നിട്ട് അടുത്ത് തന്നെ ഉള്ള ഒരു കഫേയിൽ നിന്ന് ഒരു ബനാന ബ്രെഡും ഒരു ലെമണീഡും വാങ്ങി ഈ ഒരു ഗ്രാസ് ഏരിയയിൽ വന്നിരുന്നു. ഇവിടെ സ്റ്റേജ് ഷോസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഹി ഡിഡ്ന്റ് ഹാവ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് വെൽ. സോ ബനാന ബ്രെഡ് നന്നായി കഴിച്ചു. ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ഹി ഹാഡ് ലെമണീഡ് ആൻഡ് ഹി ലവ്ഡ് ഇറ്റ്. ഹി കോൾസ് ഇറ്റ് നംന.
ഇത് കഴിഞ്ഞ് ഏത് കഫേയിൽ പോയാലും നമ്ന വേണം പറയാൻ തുടങ്ങി. ഹീസ് സൂപ്പർ ഒബ്സസ്ഡ് നൗ. പിന്നെ കുറച്ച് നേരം അവിടെ നടന്നു. ആൻഡ് ദെൻ വി വെൻ ബാക്ക്. പോണ വഴിയിൽ റോക്കി മൗണ്ടൻ ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ കയറി എൻ്റെ ഫേവറേറ്റ് കാരമൽ ആൻഡ് ചോക്ലേറ്റ് ആപ്പിൾസൊക്കെ വാങ്ങി തിരിച്ചുപോയി. വീട്ടിൽ വന്ന് കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും സന്ദീപ് വന്നു. അപ്പോഴേക്കും അവൻ്റെ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്തു. കോറയാണ് കൊടുക്കണേ. സന്ദീപ് ഈ ഒരു ലേക്കിലേക്കാണ് കേട്ടോ പോയത്. സോ പ്രിറ്റി. ഹി കാൺറ്റ് സ്റ്റോപ്പ് ഡിസ്ക്രൈബിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഹി ഈവൻ എൻകൗണ്ടർഡ് എ ബെയർ. ഗാരിബാൾഡി ലേക്കാണ് ലൊക്കേഷൻ. ഇഫ് എനിവൺ വാണ്ട് ടു ട്രൈ ഇറ്റ്. ദെൻ സന്ദീപ് ടുക്ക് ഹിം ടു സ്ലീപ്പ് ആൻഡ് ബോത്ത് ഓഫ് ദം സ്ലെപ്റ്റ്. ആ നേരം ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തു. Airbnb ഉള്ളതുകൊണ്ട് ബെസ്റ്റ് തിങ് ഇസ് വി ഗെറ്റ് കിച്ചൺ ആൻഡ് വാഷിംഗ് മെഷീൻ. Nowadays I'm doing laundry in Airbnbs itself than taking the soiled clothes home. ഒരു പണി കമ്മിയായിട്ട് കിട്ടും. I ordered a boba tea for both of us. അപ്പോൾ അത് വന്നു. I gave his drink to the room. പിന്നെ പാറ്റിയോയിൽ പോയി നല്ല റിലാക്സ് ആയിരുന്നു. എൻ്റെ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. താഴെ വേറെ ആൾക്കാർ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണതൊക്കെ നോക്കി കണ്ടിരുന്നു. പിന്നെ ഒരു ക്രസാണ്ടൊക്കെ കഴിച്ചിട്ട് കൗച്ചിൽ കിടന്ന് TV കണ്ട് ഞാനും കുറച്ച് നേരം ഉറങ്ങി. Then I woke up, took shower and got ready. പിന്നെ വില്ലേജിൽ കൂടെ നടന്ന് ഡിന്നറൊക്കെ കഴിച്ച് വരാൻ കരുതി. അങ്ങനെ പോകുമ്പോൾ വി മെറ്റ് വൺ ഓഫ് അവർ സബ്സ്ക്രൈബേഴ്സ്. ദേ കെയിം ടു us ആൻഡ് ടോക്ക്ഡ്. ദാറ്റ് വാസ് ദ ഹൈലൈറ്റ് ഓഫ് ദിസ് ട്രിപ്പ് ആക്ച്വലി. നല്ല ഹാപ്പിയായി ഞാൻ. ആൻഡ് ദേ ആർ ഗുഡ് ഫ്രണ്ട്സ് നൗ. ആൻഡ് അവിടെ പാർക്കിൽ അഗൈൻ കുറച്ച് നേരം ഞങ്ങൾ കളിച്ചു. തിരിച്ച് റൂമിൽ വന്നു. അവനെ ഉറക്കി. വി ഡിഡ് എ ടേക്ക് ഔട്ട് ആൻഡ് ഡിഡ് എ മിനി ഡേറ്റ്. ഇറ്റ് വാസ് എ ഫൺ റിലാക്സിങ് ട്രിപ്പ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു കേട്ടോ. അത്രേ ഉള്ളൂ. Hope you liked Whistler and enjoyed watching the vlog. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Till then, bye and lots of love.